ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെയും ഹാജറയുടെയും സ്മരണകൾ അയവിറക്കിക്കൊണ്ടാണ് ലക്ഷങ്ങൾ മക്കയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു കാലത്ത് യുഗയുഗാന്തരങ്ങൾക്ക് മുമ്പ് വെറും പൊടിയും മണലുകളും ജലവും ഇല്ലാതെ വറ്റി വരണ്ടിരുന്ന ആ മരുഭൂമിയിലേക്ക് തൻ്റെ ഭാര്യയായ ഹാജറയെയും 90 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ടുപോയി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിർത്തുകയാണ്. പുറകിലേക്ക് തിരിഞ്ഞ് അദ്ദേഹം മുന്നോട്ട് നടക്കുകയാണ്. ആ സമയത്ത് പുറകിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഹാജറ ചോദിച്ചു, അല്ല, നിങ്ങൾ പോവുകയാണോ? അതെ. ഇത് റബ്ബിൻ്റെ കൽപ്പനയാണോ? അതെ. എങ്കിൽ ആ റബ്ബ് ഞങ്ങളെ സംരക്ഷിക്കുമെന്ന ഉത്തമ വിശ്വാസമാണ് ഹാജറ ബീവിക്ക് ഉണ്ടായിരുന്നത്. ആ കുഞ്ഞിനെ സഫ മർവ കുന്നിൻ്റെ ചരിവിലാണ് കിടത്തിയിരുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെ സ്ഥലങ്ങളിൽ നിന്ന് മുലപ്പാൽ വറ്റുകയും വെള്ളം കുടിക്കാനാവാതെ ദാഹിച്ച അവശ്യ നിലയിലേക്ക് എത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വളരെ പരിഭ്രാന്തയായിക്കൊണ്ട്, വളരെ റബ്ബിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട്, പടച്ചനാഥനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ആ സ്ത്രീ സഫായിൽ നിന്ന് മറുവയിലേക്ക് വേഗത്തിൽ നടക്കാൻ തുടങ്ങി. അവിടെ ചെന്ന് മലയിൽ നിന്ന് കീഴോട്ട് നോക്കും, എവിടെയെങ്കിലും ജലത്തിൻ്റെ കണികകൾ കാണുന്നുണ്ടോ, കച്ചവട സംഘം വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി വീണ്ടും മറുവയിൽ നിന്ന് സഫയിലേക്ക് നടന്നു. അങ്ങനെ വേഗത്തിൽ നടന്നു. അങ്ങനെ 7ാമത്തെ പ്രാവശ്യം നടന്ന് അവർ വരുമ്പോൾ തൻ്റെ കുഞ്ഞിനെ കിടത്തിയിരിക്കുന്ന കാൽപാദത്തിൻ്റെ ഭാഗത്തു നിന്ന് അതാ ഒരു ഉറവ പൊട്ടി ഒലിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിൽ സമാധാനവും ശാന്തിയും ദൈവിക വിശ്വാസം ഒന്നുകൂടി കൂടുകയാണ് ചെയ്തത്, വർദ്ധിക്കുകയാണ് ചെയ്തത്. അവരൊട്ടും തളരാതെ അങ്ങോട്ട് ചെന്ന് അതിൻ്റെ ചുറ്റുഭാഗത്തും വെള്ളം നിറയാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ചുറ്റുഭാഗത്തും തൻ്റെ കൈകൊണ്ട് മണ്ണുകളും കട്ടകളുമെല്ലാം വെച്ച് അതിനെ അവിടെ തടഞ്ഞു നിർത്തി. അങ്ങനെ തടഞ്ഞു നിർത്തി വീണ്ടും ഉറവുകൾ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഹിബ്രു ഭാഷയിലുള്ള സംസം എന്ന വാക്ക് അവർ ഉച്ചരിച്ചു. മതി, ഇത് മതി, നിർത്തൂ എന്ന ആ വാചകം ഉച്ചരിച്ചു കഴിഞ്ഞപ്പോൾ ആ വെള്ളത്തിൻ്റെ ഉറവ മെല്ലെ മെല്ലെ താഴ്ന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവർക്ക് കുടിക്കാൻ വെള്ളം കിട്ടി. വയർ നിറച്ചവർ വെള്ളം കുടിച്ചു. അങ്ങനെ വളരെ സമാധാനം, റൊട്ടിയോ അതുപോലെ തന്നെ കാരക്കയൊക്കെ അവർക്ക് കിട്ടി. അങ്ങനെ അവരതിൽ സന്തുഷ്ടരായി അവരങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ പുറയിലേക്ക് നടന്നു വന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം 2 കൈകൾ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ റബ്ബിലേക്ക് നീട്ടിക്കൊണ്ട് പ്രാർത്ഥിച്ചു, പടച്ചതമ്പുരാനെ, ഞാൻ റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈറ ദീ സർഇൻ, കൃഷിയോ വെള്ളമോ മറ്റ് സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത ഈ മരുഭൂമിയിൽ ഞാൻ എൻ്റെ ഭാര്യയെയും എൻ്റെ സന്തതിയെയും ഞാൻ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുകയാണ് റബ്ബേ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ഫലമായി പിന്നീട് അവിടേക്ക് കച്ചവടക്കാർ വരികയും അവിടെ ജനനിബിഡമാകുകയും ചെയ്തു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് ഇന്നത്തെ മക്ക ആ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. ഇതാണ് അതിൻ്റെ ഒരു ചരിത്രം. അതിനെ അയവിറക്കിക്കൊണ്ടാണ്, അതിനെ സ്മരിച്ചുകൊണ്ടാണ് സഫായിലേക്കും മറുവയിലേക്കും 7 പ്രാവശ്യം ഹാജിമാർ ഇങ്ങനെ വേഗത്തിൽ നടക്കുന്നത്. അപ്പോൾ അതിനെ അനുസ്മരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഹജ്ജിന് പോകുന്നവർക്ക് അതെല്ലാം കാണുവാനും അതിൽ പങ്കെടുക്കുവാനുമെല്ലാം അവസരം കിട്ടും. കിട്ടാത്തവർ ഒരിക്കലും ഖേദിക്കേണ്ട, നിരാശപ്പെടേണ്ട. നിങ്ങൾക്കും റബ്ബിൻ്റെ വിളി വന്നിട്ടുണ്ട് എങ്കിൽ അന്ന് വിളിച്ച ആ വിളിയാളം കഅബ ഷരീഫ് പുനർനിർമ്മാണത്തിനു ശേഷം ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കൂടി വർഷങ്ങൾക്കു ശേഷം കഅബാലയം പുനർനിർമ്മിച്ചു. അതിനുശേഷം അവിടുത്തെ ഒരു ഉയർന്ന പ്രതലത്തിൽ കയറുന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വഅസിം ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജിന് വേണ്ടി ജനങ്ങളെ വിളിച്ചു. ആ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ടാണ് ഇന്നും ജനലക്ഷങ്ങൾ മക്കയിലേക്ക് ഒഴുകുന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്നത്, അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ ഒരു മന്ത്രം ഹാജിമാർ ചുണ്ടുകളിൽ നിന്ന് മുഴങ്ങി കേൾക്കുകയാണ്, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക്, ഇന്നൽ ഹംദ വന്നിഅമത ലക ലാ ശരീക ലക എന്ന ആ ഒരു മന്ത്രോച്ചാരണം കൊണ്ട് മക്കയും പരിസരങ്ങളും മുഖരിതമായിരിക്കും. ലക്ഷങ്ങൾ ഒരേ സമയം അവർ നാവിൽ നിന്ന് ഉച്ചരിക്കുകയാണ് ഈ വചനം. എന്താണ്? പടച്ചനാഥ, റബ്ബേ, രക്ഷിതാവേ, അങ്ങ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ച ആ വിളിക്ക് ഞങ്ങൾ റബ്ബേ ഉത്തരം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ ഒരുമിച്ച് കൂടുകയാണ്. അതുകൊണ്ട് സർവസ്തുതിയും പടച്ചതമ്പുരാനെ നിനക്ക് മാത്രമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഹാജിമാർ അവരുടെ കർമ്മങ്ങളിൽ
കർമ്മങ്ങളിൽ നിരതരായിക്കൊണ്ടിരിക്കും. ആയതുകൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനുള്ള ഭാഗ്യം നമുക്കും ഉണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.